ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫസ്റ്റ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുടിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട്, ഈ വെയിൽ ഭയങ്കര ചൂടും വെയിലും ഇതൊക്കെയാണ്, മുടിയൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. എൻ്റെ നമുക്കതൊക്കെ മാറ്റാൻ വേണ്ടി ഒരു ഹെയർ പാക്ക് ചെയ്യാം. നമുക്കിതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ടേബിൾ സ്പൂൺ തൈര്. നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ച് വേണം തൈര് എടുക്കാൻ. എനിക്ക് മുടിക്ക് നീളം ഉള്ളതുകൊണ്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ എടുത്തു. ഒരു മുട്ട, അത് ഫുള്ളായിട്ട് വേണം, വൈറ്റ് അല്ല, ഫുള്ളായിട്ട് എടുക്കണം. പിന്നെ വൈറ്റമിൻ ഇയുടെ ഒരു ഗുളിക, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഈ എല്ലാ ഐറ്റംസും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ക്രീമി പരുവം ആവുന്നിടം വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. ഹെയർ മാസ്ക് റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്കിനി മുടിയെ നല്ലപോലെ മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് നമുക്കിനി ഇത് മുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് മുടിയുടെ ജടയൊക്കെ കളയാം. നമ്മൾ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലപോലെ മുടിയുടെ ജടയും അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ ഹെയർ പാക്കും അങ്ങനത്തെ എല്ലാം എന്തെങ്കിലും മുടിയിലൊക്കെ തേക്കണമെങ്കിൽ അങ്ങനെ തേക്കാവുള്ളൂ. ചീപ്പ് കൊണ്ടാണെങ്കിലും കൈ കൊണ്ടാണെങ്കിലും നല്ലപോലെ മുടിയുടെ ജട മൊത്തം നമ്മൾ കളയണം. കൈ കൊണ്ട് എടുക്കുന്നതാണ് ഒന്നുകൂടെ സൗകര്യം. നമുക്ക് നല്ലപോലെ പെട്ടെന്ന് ജട എടുത്ത് മാറ്റാം. അതിനുശേഷം നല്ലപോലെ മുടി ചീകിയിട്ട് നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ മുടിയിൽ ഹെയർ പാക്ക് ഇടുമ്പം കുറച്ച് മുടികൾ ഓരോ പാർട്ട് പോലെ എടുത്തെടുത്തിട്ട് വേണം ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ. നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും എത്തണം. അതിൻ്റെ തലയോട്ടിയിലും ഹെയർ ഫുള്ളായിട്ടും മുടിയുടെ അറ്റത്തും എല്ലാം ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നല്ല പോലെ ഇത് മസാജ് ചെയ്യണം. നല്ല മസാജ് ചെയ്യുമ്പം നമ്മുടെ തലയ്ക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും. പിന്നെ നല്ലൊരു തണുപ്പും നല്ലൊരു ഇതാണ്. അതുപോലെ മുട്ടയും വൈറ്റമിൻ ഇയും ഇതെല്ലാം നമ്മുടെ ഹെയറിനും ഒരുപാട് ഗുണമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും നമ്മളിത് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയർ വാഷ് ചെയ്യാവുള്ളൂ. മുടിക്ക് നീളമുള്ളവർ അതനുസരിച്ച് വേണം ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടി. എൻ്റെ മുടിക്ക് നല്ലൊരു ലോങ് ഹെയർ ആയതുകൊണ്ട്, ഒരുമാതിരി ലോങ് ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രപോലെ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ എടുത്ത്, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈരൊക്കെ മതി. നമ്മൾ ഹെയർ ഫുള്ള് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഹെയർ മുടിയൊന്ന് പൊക്കി കെട്ടി വെക്കാം. മുടിയൊക്കെ നല്ല സെറ്റായ ഹെയർ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഇനിയും വാഷ് ചെയ്യാം. ഷാമ്പുവും കണ്ടീഷണറും ഷാമ്പു ഇട്ട് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ മുടിക്കൊരു സ്മെല്ലായിരിക്കും. മുട്ടയായതുകൊണ്ട് നമുക്ക് ഷാമ്പുവും കണ്ടീഷണറും ഇട്ട് വാഷ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് കാണാം. ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. മുടിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല സിൽക്കി ആയിട്ട് ഡാമേജൊക്കെ മാറി, ഡ്രൈ ഒക്കെ മാറി നല്ല ഇതായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.